ലൈവ് സാധനം എടുക്കുന്ന സമയത്ത് ഇതൊരു ലോഡിങ് പീരീഡാണ്. ഈ സമയത്ത് നമ്മൾ റിമോട്ടിലൊന്നും ചെയ്യാൻ പാടില്ല. ഇതിൽ അറബിക് ചാനൽ പ്ലേ ആവുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽസിലെ ലോഡിങ് പീരീഡാണ്. ഈ ബ്ലാങ്ക് സ്ക്രീൻ വരും. അന്നേരം ഒന്നും ചെയ്തു ഈ അറബിക് ചാനൽ പ്ലേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് എടുക്കുക. ലിസ്റ്റ് എടുത്തിട്ട് നമ്മളെ ചാനൽസ് ഏതാണെന്ന് ചോദിച്ചെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ വന്നെന്ന് വിചാരിക്കും. ഇപ്പോൾ കാൺ പ്ലേ റൈറ്റ് നൗ എന്നുള്ള എറർ മെസ്സേജ് എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് ഈ ഭാഗത്തുണ്ടാവും, വലത്തോട്ട് ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുണ്ടാവും ഇങ്ങനെ ഒരു 4 സിമ്പിൾസ് ഉണ്ടാവും. അതിൽ ഏറ്റവും മേലെ റീഫ്രഷാണ്. ജസ്റ്റ് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ലോഡിങ് ആവും. ഉണ്ടാവും ഇതേപോലെ ഒരു ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് കംപ്ലീറ്റ് ആവണം കേട്ടോ. ലോഡിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ചിലപ്പോൾ അത് എറർ വന്ന ചാനൽ തന്നെ വർക്ക് ചെയ്യും. അഥവാ അത് എറർ പിന്നെയും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ മലയാളം ചാനൽസ് എടുക്കുകയാണെങ്കിൽ മലയാളം ചാനൽസ് ഏഷ്യാനെറ്റിലാണ് ഞാൻ റീഫ്രഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറൊരു ചാനലിലേക്ക് വെക്കുക. മനസ്സിലായില്ലേ? ആ കാൺ പ്ലേ റൈറ്റ് നൗ എന്നുള്ള ചാനൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ എറർ വന്നതിന് ഇങ്ങനെയുള്ളത് ഈ ഒരു സൊല്യൂഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് അടുത്ത ഈ ഒരു ചാനലിൽ എറർ ആണെങ്കിൽ ജസ്റ്റ് റീഫ്രഷ് കൊടുക്കുക. റീഫ്രഷ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ ചിലപ്പം വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് അടുത്ത ചാനലിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തതിന് അടുത്ത ചാനൽ വർക്ക് ചെയ്യും കേട്ടോ. നമ്മൾ ആ ഒരു ടൈം വേണം. അപ്പോൾ അഥവാ നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോം ബട്ടനെ പ്രസ് ചെയ്യാതെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് എക്സിറ്റ് ആപ്ലിക്കേഷൻ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലോസ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ മിനിമൈസ് ആവുകയും ചെയ്യും.